ഒരു കുടുംബത്തിലെ വ്യക്തി ആ കുടുംബത്തിലെ തന്നെ അംഗങ്ങളെ തന്നെ കൊല്ലുന്ന ഒരു നടപടി. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവം നടത്തണമെങ്കിൽ ശരിയായ ട്രെയിനിങ് കിട്ടിയിരിക്കണം. ശരിയായ രീതിയിലുള്ള ട്രെയിനിങ്, അല്ലാതെ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിയായ ട്രെയിനിങ്, ആ ട്രെയിനിങ് എവിടെ നിന്ന് കിട്ടി, ആരാണ് ട്രെയിനിങ് കൊടുത്തത്, അതിനെ സംബന്ധിച്ച് വ്യാപകമായ ഒരു വിപുലമായ അന്വേഷണം വേണം. അങ്ങനെ ഒരു അന്വേഷണം ശക്തമാകണമെങ്കിൽ അത് ഭീകര സംഘടനകളിൽ നിന്ന് ശക്തമായ ട്രെയിനിങ് കിട്ടിയതിൻ്റെ ഭാഗമാണ് ഈ സംഭവം നടത്താൻ ഇയാളെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തെ സംബന്ധിച്ച് സാധാരണ ഏജൻസി അന്വേഷിച്ചാൽ ആ വിഷയത്തിൽ വ്യക്തമായ ഒരു വ്യക്തത വരികയില്ല. തലസ്ഥാനത്ത് വെഞ്ഞാറമൂട്ടിൽ സഹോദരൻ, പിതാവിന്റെ അമ്മ, പെൺസുഹൃത്ത്, പിതൃസഹോദരന്റെ ഭാര്യ എന്നിങ്ങനെ 5 പേരെ കൊലപ്പെടുത്തിയ പ്രതി അഫാനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തുകയാണ് വിശ്വ ഹിന്ദ് മഹാസംഘ് സംസ്ഥാന പ്രസിഡന്റ് വെണ്ണിയൂർ ഹരീന്ദ്രനാഥ്. ഈ കേസിൽ വരുന്ന അവസാനത്തെ അപ്ഡേറ്റിലേക്ക് പോയാൽ അഫാന്റെ പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ദിവസം 10,000 രൂപ വരെ പലിശയായി നൽകേണ്ടി വന്നുവെന്നും അത് താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് എല്ലാവരെയും കൊലപ്പെടുത്തി മരിക്കാൻ തീരുമാനിച്ചതെന്നും താൻ മരിക്കാത്തതിൽ അസ്വസ്ഥനാണ് എന്നും അഫാൻ ജയിൽ ജീവനക്കാരോട് പറഞ്ഞു. എന്നാൽ പ്രതിക്ക് ഒരു ദിവസം 10,000 രൂപ പലിശ കൊടുക്കണമെങ്കിൽ എത്ര വലിയ തുക കടം എങ്ങനെ വന്നു എന്നത് പുതിയ ദുരൂഹതയായി മാറുകയാണ്. യക്ഷിക്കഥകളെ വെല്ലുന്ന ട്വിസ്റ്റിലേക്കാണ് കൂട്ടക്കൊലപാതകത്തിന്റെ ഓരോ വെളിപ്പെടുത്തലും. ഇനിയും യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ടില്ല എന്നതിനാൽ തന്നെ സംഭവത്തിൽ ഏറെ ദുരൂഹത നിലനിൽക്കുകയാണ്. ഇപ്പോഴും അഫാന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. 3 ഇടങ്ങളിലാണ് അഫാൻ 5 കൊലപാതകങ്ങൾ നടത്തിയത്. അതിനാൽ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെണ്ണിയൂർ ഹരീന്ദ്രനാഥ് ചേരുന്നു. ഈ സംഭവം കേരളം നടുങ്ങിയ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബത്തിലെ വ്യക്തി ആ കുടുംബത്തിലെ തന്നെ അംഗങ്ങളെ തന്നെ കൊല്ലുന്ന ഒരു നടപടി. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവം നടത്തണമെങ്കിൽ ശരിയായ ട്രെയിനിങ് കിട്ടിയിരിക്കണം. ശരിയായ രീതിയിലുള്ള ട്രെയിനിങ്, അല്ലാതെ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിയായ ട്രെയിനിങ്, ആ ട്രെയിനിങ് എവിടെ നിന്ന് കിട്ടി, ആരാണ് ട്രെയിനിങ് കൊടുത്തത്, അതിനെ സംബന്ധിച്ച് വ്യാപകമായ ഒരു വിപുലമായ അന്വേഷണം വേണം. അങ്ങനെ ഒരു അന്വേഷണം ശക്തമാകണമെങ്കിൽ അത് ഭീകര സംഘടനകളിൽ നിന്ന് ശക്തമായ ട്രെയിനിങ് കിട്ടിയതിൻ്റെ ഭാഗമാണ് ഈ സംഭവം നടത്താൻ ഇയാളെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തെ സംബന്ധിച്ച് സാധാരണ ഏജൻസി അന്വേഷിച്ചാൽ ആ വിഷയത്തിൽ വ്യക്തമായ ഒരു വ്യക്തത വരികയില്ല. അതിന് NIA അന്വേഷണം ഭാരതത്തിൻ്റെ സമാധാന ജീവിതത്തിന്, പ്രത്യേകിച്ചും ഭീകരവാദത്തിൻ്റെ ഈറ്റില്ലമായ കേരളം, ഈ കേരളത്തിൽ ഭീകരവാദം അവസാനിപ്പിക്കാൻ, ഇതേപോലെ സംഭവങ്ങൾ നാളെ ആവർത്തിക്കാതിരിക്കാനും NIA അന്വേഷണം അത്യാവശ്യമാണ്, അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഇതിനെ സംബന്ധിച്ച് ഇനി മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കൂ. ഇവിടെ ഭരണഘടന അനുശാസിക്കുന്ന മുഴുവൻ നിയമങ്ങളും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ആ നിലയ്ക്ക് ഈ ട്രെയിനിങ് കിട്ടിയത് എവിടെയാണ്? ഇതിന് സാധാരണ ഏജൻസിക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കുക NIA അന്വേഷണം അത്യാവശ്യമാണ്. മറ്റൊരു സംഭവം, കേരളത്തിൽ വ്യാപകമായി സ്കൂളിൻ്റെ പരിസരത്തും കോളേജിൻ്റെ പരിസരത്തും നാട് മുഴുവൻ വ്യാപകമായി കാണപ്പെടുന്ന പെൺകുട്ടികളെന്നില്ല, ആൺകുട്ടികളില്ല, എല്ലാ വ്യക്തികളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് വ്യാപകമായി ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇന്നുള്ള നിയമമൂലങ്ങൾ കർക്കശമായ നിയമം കൊണ്ടുവന്ന് ഇത്തരം മയക്കുമരുന്ന് കച്ചവടക്കാരെയും മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്യുന്നവരെയും സംഘടനകളെ കണ്ടെത്തേണ്ടതാണ്. അതാണ് കേരളത്തിന് ആവശ്യം. ഇല്ലെങ്കിൽ ഈ 2 കാര്യങ്ങൾ പ്രധാനമായി, മയക്കുമരുന്നിൻ്റെ കാര്യത്തിലും NIA അന്വേഷണവും ഉണ്ടായില്ലെങ്കിൽ മയക്കുമരുന്ന് വരുന്നതും പോകുന്നതും എവിടെയാണ്, ആരാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ, ആരാണിത് വിതരണക്കാരെന്നുള്ള കാര്യം വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തണം. അതിനുള്ള നിയമം കർക്കശമാക്കേണ്ട സമയമാണിത്. കാരണം ഇവിടെ ഭീകരപ്രവർത്തനത്തിന് പണമെത്തിക്കാൻ വേണ്ടിയുള്ള സമാന്തര സാമ്പത്തിക മേഖല കെട്ടിപ്പടുക്കുവാനുള്ള ആസൂത്രിതമായ നീക്കം, കട്ടിംഗ് സൗത്ത് ഇന്ത്യ, അതേപോലെ തന്നെ പാരൽ സമാന്തര
ടെലഫോൺ എക്സ്ചേഞ്ച് നമ്മുടെ കേരളത്തിലാണ് ഉണ്ടായത്. അതെല്ലാം കേരളത്തിലുണ്ടായതില്ല, ഇതിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമാണ് ഈ സംഭവം. അപ്പോൾ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അന്വേഷണം സാധാരണ ഏജൻസിക്കോ സാധാരണ പോലീസിനോ നടത്തിയ അന്വേഷണം ഒരിടത്തും എത്തൂല. നമ്മൾ പൂച്ചയും പട്ടിയും ഒക്കെ അപകടപ്പെടുത്തി അതിനെയൊക്കെ കൊന്ന രൂപവും ഭാവവും നമ്മുടെ മനസ്സിലുണ്ട്. പലതും നമ്മൾ കേട്ട് 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 മരവിച്ച സംഭവങ്ങളാണ്. അതേപോലെ തന്നെ രഞ്ജിത് ശ്രീനിവാസനെ കൊന്ന മെത്തേഡ് ഏകദേശം ഇതേപോലെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് വെട്ടിക്കൊന്നു. അതേപോലെ തന്നെ ശ്രീനിവാസൻ പാലക്കാട്ട് ഇതേപോലെ തന്നെ ചുറ്റികയ്ക്ക് തലക്കടിച്ചാണ് കൊന്നിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്കുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇത് പരിശീലനം സിദ്ധിച്ച ഒരു നടപടിക്കം. രാത്രികാലങ്ങളാണ് പുള്ളിക്കാരൻ്റെ യാത്ര, പകലിങ്ങനെ മിണ്ടാതെ ഇരിക്കും. അപ്പോൾ ആ നിലയിൽ രാത്രികാലമുള്ള യാത്ര എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്? പകൽ വല്ല പാവമാണ്, വീട്ടിൽ കാമൻ ക്വയറ്റാണ് എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ആ നിലക്ക് കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തിന് ഭരണഘടന അനുശാസിക്കുന്ന മുഴുവൻ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കണം. അതിനുവേണ്ടി നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ NIA അന്വേഷണം അത്യാവശ്യമാണ് കേരളത്തിൽ ഈ സംഭവത്തിനെ സംബന്ധിച്ച്. അതേപോലെ മയക്കുമരുന്നിനെ സംബന്ധിച്ച് കർക്കശമായ നിലപാട്. ഈ രണ്ട് കാര്യങ്ങളും കേരളത്തിൽ നടന്നില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. രക്ഷകർത്താക്കളെ സംബന്ധിച്ച് എല്ലാ ആൾക്കാർക്കും ഇന്ന് വലിയ ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ച്. ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ യഥാർത്ഥത്തിൽ അതുണ്ടാകേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അതൊരു വ്യക്തി വിചാരിച്ചാൽ നടക്കുന്നതല്ല. ആ നിലക്ക് ശക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാ ജനങ്ങളും ഇതിൽ ജാഗരൂകരായിരിക്കണം. അവർക്ക് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രതികരണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇത്തരം നടപടികൾ അവസാനിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ കേരളത്തിൽ മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കൂ.